ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷനാണ്. അതായത് നമുക്ക് കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊരു പവർ സ്റ്റേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വാഹനങ്ങളിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ നമ്മളെ വീട്ടിലെ ഒരു സാധാരണ ഇൻവെർട്ടറായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യാം. ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ലൈഫ് PO4 ബാറ്ററി വന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചാർജ് കയറ്റാൻ പറ്റും. അതായത് ഇതിനൊരു ഫാസ്റ്റ് ചാർജിങ് പ്രത്യേകതകളൊക്കെ ഉണ്ട്. കൂടാതെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട, അതുപോലെ തന്നെ നമുക്ക് ഈ ചാർജ് ചെയ്യാൻ നേരത്തുള്ള പ്രശ്നങ്ങൾ, അതായത് ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് ആ ഒരു ചാർജ് ചെയ്യാൻ നേരത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ ചെറിയ ഗ്യാസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാണ്ട് ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ കെഷിൽ ജോയി, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനൊരു ബോക്സിലാണ് നമ്മളുടെ ലിഥിയം പോർട്ടബിൾ പവർ സ്റ്റേഷൻ വന്നത്. നമ്മളുടെ നേരത്തുള്ള ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ നോർമൽ ഇൻവെർട്ടറിൻ്റെയൊക്കെ ടൈപ്പ് ബോക്സിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ വന്നത്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പോർട്ടബിൾ പവർ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശത്തെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ടവർ ടൈപ്പ് പോർട്ടബിൾ പവർ സ്റ്റേഷനാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു 3 സ്വിച്ചുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മളുടെ ഒരു ഇൻവെർട്ടർ ഓൺ ഓഫ് സ്വിച്ചാണ്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ UPS മോഡ് സ്വിച്ച്. ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ടർബോ എന്ന് എഴുതിയിട്ട് ഇവിടെ നമുക്കൊരു സ്വിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ നമുക്കിവിടെ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ മെയിൻസ് ഓൺ, ചാർജർ ഓൺ, സിസ്റ്റം ഓൺ, ബാറ്ററി ലോ, ഇത്രയും LED ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫാസ്റ്റ് ചാർജിങ് എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു ഇപ്പുറത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഓവർലോഡ്, ടർബോ ചാർജ്, സെൽ OVC, UPS മോഡ്, ഇവിടെ ലൈഫ് PO4 ബാറ്ററി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഒരു ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ ഇതിൻ്റെ സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ പോർട്ടബിൾ പവർ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് നമുക്കിവിടെ നോക്കിയാലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ ഒരു ബ്രേക്കർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 125 ആംപിയറിൻ്റെ ഒരു ബ്രേക്കർ ഉണ്ട്. ഈ ഒരു ബ്രേക്കർ നമുക്ക് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടില്ലേ, ഇൻവെർട്ടർ ഓൺ ആവും. നമുക്ക് അതുപോലെ ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു കൂളിംഗ് ഫാനിൻ്റെ എയർ ഹോളാണ് ഈ കാണുന്നത്. ഇതൊരു തെർമൽ മാനേജ്മെൻറ്റ് കൂളിംഗ് ഫാനാണ്. നമ്മുടെ എല്ലാത്തിൻ്റെ പോലെ എപ്പോഴും ഇത് കറങ്ങൂല. നമുക്ക് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഫാൻ കറങ്ങുള്ളൂ. നമുക്ക് താഴത്തോട്ടായിട്ട് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു കണക്ടറോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിലൊരു സാധാരണ ഒരു ഇൻവെർട്ടറായിട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫേസ്, ന്യൂട്രലി, ഫേസ് ഔട്ട്, എർത്ത്, ഇതെല്ലാം കണക്ഷൻ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ ഒരു ഇൻവെർട്ടറായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്തായിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ കുണ്ട നടന്നിട്ട് ഇപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു ഇതിൻ്റെ ബാക്കിലുള്ള ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഓൺ ഓഫ് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് പവർ എടുക്കാനായിട്ട് സാധിക്കും. വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അത് ഇതിനകത്തൊന്നും കണക്ഷൻ കൊടുക്കണ്ട. ഇപ്പം ഇതിനകത്തും ഓൺ ആയി കഴിഞ്ഞ് ഇതിനകത്തും പവർ വരും. അതുപോലെ തന്നെ ഈ ഒരു സോക്കറ്റിലും പവർ വരും. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെയാണ്. ബാറ്ററി വന്നത് 100 AH ആണ്. എൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. അതുപോലെ നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിന് ഈ ഒരു ഫുൾ പാക്കായിട്ട് നമുക്കൊരു വാറണ്ടി വന്നത് 3 വർഷമാണ് നമുക്ക് ഇതിൻ്റെ വാറണ്ടി വന്നത്. അതുപോലെ ഇതിൻ്റെ വിലയും മറ്റും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള എക്സ്പ്ലെയിൻസ്. ഇനി നമുക്കിത് കൂടുതലായിട്ട് കാണണമെന്നുള്ളവർക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ലോഡൊക്കെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷനെ ഏറ്റവും ഗുണമായിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു ഹാൻഡിൽ തന്നെയാണ്. നമുക്കിത് കൊണ്ടടക്കാനായിട്ട് ഈ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടടക്കാവുന്നതാണ്. ഒരു ഹെവി ഹാൻഡിലാണ് നമുക്ക് ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷന് ഉള്ളത്. ഏകദേശം 20-21 കിലോടത്തോളമാണ് ഇതിനൊരു വെയിറ്റ് ഉള്ളത്.
അപ്പോൾ നമുക്കിത് പൊക്കിയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും കൊറിയറായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ ചെറായിയിൽ നിന്ന് മുനമ്പത്തേക്ക് പോണ വഴിയിൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത്. അവിടെ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഗൂഗിൾ ലൊക്കേഷൻ ഞാൻ ഇട്ടേക്കാം, അതുപോലെ കൂടുതൽ ഡീറ്റെയിൽസും. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ബ്രേക്കർ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആയി കഴിഞ്ഞപ്പോൾ ഒരു ബീപ്പ് സൗണ്ടോട് കൂടി നമ്മൾ ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്തെ ഡീറ്റെയിൽസ് നോക്കാം. ഓൺ ആയപ്പോൾ SPS ജെൻ വെർഷൻ 16 ഇവിടെ എഴുതി കാണിക്കേണ്ടത് ജെൻ 1600 100 ഇവിടെ എഴുതി കാണിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെയിൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല, അതാണ് 0 വോൾട്ട് കാണിക്കുന്നത്. മെയിൻസ് ചാർജിങ് ഓഫാണ്. നമുക്കിനി ഇതിൻ്റെ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് നമുക്ക് ആ സാധനങ്ങളെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ ഇവിടെ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ LED ലൈറ്റ് ഇവിടെ കത്തിയാറുണ്ട്. നമുക്കിനകത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഔട്ട്പുട്ട് നമുക്കിനകത്ത് എടുക്കാനായിട്ട് സാധിക്കും. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്കിനകത്ത് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിത് പ്ലഗ് ചെയ്തിട്ട് ഇതിൻ്റെ ചാർജിങ്ങും അതുപോലെ നമുക്ക് ഇവിടുത്തെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ഇത് കണക്ട് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു മെയിൻസ് കോഡ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഇൻവെർട്ടർ കണക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ആ 3 വയർ നമുക്ക് ഇതിനകത്ത് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കുത്തി വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു മെയിൻസ് കോഡ് അത്യാവശ്യമാണ്. അപ്പോൾ മെയിൻസ് കോഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കില്ല, നമ്മളിത് പുറത്തുനിന്ന് വേറെ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ടൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫേസ് ഇൻ, ന്യൂട്രലി, ഫേസ് ഔട്ട്, എർത്ത്, ഇത്രയും കണക്ഷൻ പോയിന്റുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഫേസ് ഇന്നും ന്യൂട്രലും കൊടുത്താൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു UPS പോലെയൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. അതായത് ഫേസ് ഇൻ ന്യൂട്രലും കൊടുത്താൽ തന്നെ ഇതിൻ്റെ ചാർജിങ് ഓണായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടന്നിട്ട് ചാർജ് കയറ്റി ഫുള്ളായിട്ട് ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കണക്ഷൻ കൊടുക്കാൻ നേരത്ത് നമ്മുടെ വീട്ടിലുള്ളൊരു സാധാരണ ഇൻവെർട്ടറായിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ നേരത്താണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ന്യൂട്രലും ഫേസ് ഔട്ടും കൊടുത്തിട്ട് ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ട് വീടിൻ്റെ മെയിൻ സ്വിച്ചും എല്ലാം ഓഫ് ചെയ്തിട്ട് ന്യൂട്രലും ഫേസ് ഔട്ടും കൊടുത്തിട്ട് ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ട് അതിന് ലൈൻ വന്നിടാൻ നോക്കാം. അതിന് ശേഷം മാത്രമേ ഫേസിന് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂട്രലും ഫേസ് ഔട്ടും അതുപോലെ എർത്ത് ലൈനും കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ന്യൂട്രലിൻ്റെ ലൈൻ കൊടുത്തു. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീട്ടുകളിലാണ് ഇൻവെർട്ടർ ലൈൻ്റെ ഫേസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ലൈൻ കൊടുത്തു. ഈ 2 ലൈനും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എർത്ത് ലൈനോടെയും കൊടുക്കാം. ഈ ഫേസ് ഇന്നുള്ള ലൈൻ ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പിന്നെ കൊടുത്താലും മതി. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഈ ഒരു സ്വിച്ച്, അതായത് ഇവിടുത്തെ ഒരു സ്വിച്ച് ഓണാക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടറിൻ്റെ ലൈൻ വന്നിട്ട് ലൈറ്റൊക്കെ ഓണാക്കി നോക്കുകയാണെങ്കിൽ ആ ലൈറ്റും ഫാനൊക്കെ കറങ്ങുന്നതാണ്. അപ്പോൾ നമ്മളെ കണക്ഷനെല്ലാം കറക്റ്റായെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം ഈ ഒരു ഫേസ്, അതായത് KSCയുടെ ഫേസ് എന്നുള്ളത് ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ മെയിൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ മെയിൻസ് ഓൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കത്തിയാറുണ്ട്. അതുപോലെ ചാർജർ ഓൺ എന്ന് പറഞ്ഞാൽ ലൈറ്റും ഇവിടെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മെയിൻസിൽ ഇപ്പോൾ 241 വോൾട്ട് ഉണ്ട്. മെയിൻസ് ചാർജർ ഓണാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചാർജിങ് മോഡ് നോർമലാണ്. നോർമൽ ചാർജിങ് മോഡാണ് ഇവിടെ നടക്കുന്നത്. മെയിൻസിൽ 10.2 ആംപിയറിൽ ചാർജ് കയറുന്നുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞൊരു ഈ ഒരു സ്വിച്ച് നമുക്ക് ഓണാക്കിയിട്ട് എന്താണ് ഫാസ്റ്റ് ചാർജിങ് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നോർമൽ ചാർജിങ്ങാണ് നടക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലോ ചെയ്യുന്നു ഫുള്ളാവാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മണിക്കൂർ ടൈം എടുക്കും നോർമൽ ചാർജിങ്ങിൽ. നമുക്ക് ഈ ടർബോ ചാർജിങ് ഓണാക്കാം. അപ്പോൾ ടർബോ ചാർജിങ് ഞാൻ ഓണാക്കിയാറുണ്ട്.
ടർബോ ചാർജിങ് മോഡ് എഴുതി കാണിച്ചുണ്ടോ. മെയിൻസിൽ 20 ആംപിയർ കൊണ്ടാണ് ഇപ്പോൾ ചാർജ് ആവണത്. അതായത് 5 മണിക്കൂർ കൊണ്ട് ഈ ബാറ്ററി ലോ ചെയ്യുന്നു, ഈ ഒരു ബാറ്ററി ഫുള്ളാവും. അതാണ് നമ്മൾ ടർബോ ചാർജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്കിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു. മെയിൻസ്, ചാർജർ ഓൺ, ടർബോ ചാർജർ എന്താന്ന് പറഞ്ഞു. ഇനി നമുക്കിതിനകത്ത് അറിയാൻ പാടില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ OVC എന്നുള്ളൊരു സംഭവമാണ്. അതായത് ഈ ഒരു പവർ സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ഒരു ലിഥിയം ഫോസ്ഫേറ്റ് അതായത് LiFePO4 ബാറ്ററി ഉള്ള ഈ ഒരു പവർ സ്റ്റേഷൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ആക്റ്റീവ് ബാലൻസറും അതുപോലെ BMSഉം പ്രൊട്ടക്ഷൻ ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്കതിനകത്ത് ഈ ഒരു അതായത് സെൽ ബാലൻസിങ്ങിൻ്റെ ടൈമിലാണ് ഏതെങ്കിലും ഒരു സെല്ല് ഇൻബാലൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ OVC എന്ന് പറഞ്ഞ ലൈറ്റ് കത്തും. അത് നിങ്ങൾ പേടിക്കണ്ടേ, അതിൻ്റെ വേറെ സംഭവങ്ങളൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രവർത്തനം നടന്നിട്ട് ആ സെല്ലിനെ കറക്റ്റായിട്ടുള്ളൊരു ചാർജിങ് മെത്തേഡിലേക്ക് എത്തിച്ചോളും. അത് തന്നെയാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകമായിട്ട് നിൽക്കണം. അതായത് നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബാറ്ററി ലോ ആണ്, നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു വർക്ക് ചെയ്യണം, കുറച്ച് സമയമോ നമുക്ക് കിട്ടണുള്ളൂ. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ടർബോ ചാർജർ ഓൺ ആക്കിയിട്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള ബാറ്ററി ഭയങ്കര സ്പീഡിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഒരു ഇൻവെർട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ പവർ സ്റ്റേഷനിൽ ലോഡ് കൊടുത്ത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബ്ലോവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സുജാത മിക്സി അടിക്കുക, അതുപോലെ നമ്മുടെ ലൈറ്റ് ലോഡുകളായ ഫാന്, അതുപോലെ തന്നെ നമുക്ക് TV അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാം. നമുക്ക് ഈ ഒരു ബ്ലോവർ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യില്ല എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻവെർട്ടർ ഓൺ എന്നാണ് കാണിക്കണത്. ഞാൻ നമ്മളതേ ബ്ലോവർ ഓൺ ആക്കിയാണ്. VA ഇപ്പോൾ എടുക്കണത്. ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ബ്ലോവർ വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ്റെ ബാക്കപ്പ് ടൈം നോക്കാം. ബാക്കപ്പ് ടൈം നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങളുടെ ലോഡ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ ലോഡ് കുറവാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബാക്കപ്പ് കിട്ടും. അപ്പോൾ നമ്മളുടെ ലോഡ് കറണ്ട് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ലോഡ് കുറച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ബാക്കപ്പ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ബാക്കപ്പ് ടൈം നോക്കുകയാണെങ്കിൽ നമ്മളൊരു 10 വാട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോഡ് ഉള്ളെങ്കിൽ ഏകദേശം 105 മണിക്കൂർ അടുത്തോളം നമുക്ക് ഇതിനകത്ത് ഒരു ബാക്കപ്പ് കിട്ടും ഇതിനകത്ത്. അതുപോലെ 20 വാട്ട്സ് ഒക്കെ ആണെങ്കിൽ 10 വാട്ട്സിൻ്റെ 2 ബൾബൊക്കെയാണ് ഇടണമെന്നുണ്ടെങ്കിൽ 52 മണിക്കൂർ അടുത്തോളം നമുക്ക് ഒരു ഫുൾ ചാർജ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ 50 വാട്ട്സ് ആണെങ്കിൽ 21 മണിക്കൂർ അടുത്തോളം നമുക്ക് ഇതിനകത്ത് ബാക്കപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 100 വാട്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു 10.5 അവേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടും. 200 വാട്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ 5.25 അവേഴ്സാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഇനി നമ്മൾ ഒരു 500 വാട്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ലോഡ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ 2.1 അവേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പീക്ക് നമ്മൾ എപ്പോഴും അതിനകത്ത് ഒരു താഴെ ഉപയോഗിക്കണതാണ് നമ്മൾ ഇൻവെർട്ടറിനും അതുപോലെ ബാറ്ററിക്ക് സേഫ് ആയിട്ടുള്ളത്. ഇനി LiFePO4 ബാറ്ററി ആയ കാരണം നമുക്കിതിനകത്ത് 1000 വാട്ട്സ് ഒക്കെ നമുക്ക് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഇനി 1000 വാട്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് ബാക്കപ്പാണ് നമ്മൾ പറയണത്. ഏകദേശം 1 മണിക്കൂർ അടുത്തോളം നമുക്ക് ഇതിനകത്ത് നല്ലൊരു ബാക്കപ്പ് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു പോർട്ടബിൾ പവർ സ്റ്റേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാം, അല്ലെങ്കിൽ കൊറിയറായിട്ട് എല്ലായിടത്തേക്കും അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതുപോലെ ധാരാളം വീഡിയോസ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടർ ആക്കണത്, അതുപോലെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഒക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഹോം പേജിൽ പോയി കണ്ട് കൂടുതൽ വീഡിയോസ് കാണാത്തവർക്ക് കാണാവുന്നതാണ്. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ഓൾ എന്നുള്ളത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ
ഞാൻ കെ ഷിൽ ജോയ്. ബൈ ബൈ.